ഇതിൽ ടീം നോക്കി കഴിഞ്ഞാൽ റഹാന ഓപ്പണിംഗ് ഇറങ്ങുന്നു. റഹാനേൻ്റെ കഴിഞ്ഞ വർഷത്തെ പെർഫോമൻസിനെ പറ്റി ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ കഴിഞ്ഞ വർഷം 400 റൺസ് പോലും പുള്ളിക്കില്ല. പക്ഷേ സ്റ്റിൽ കുറേ പേര് നല്ലൊരു പ്രകടനമായിരുന്നു കഴിഞ്ഞ വർഷം എന്ന് പറഞ്ഞു. ഓക്കെ, എൻ്റെ മിസ്റ്റേക്കായിട്ട് കഴിഞ്ഞ വർഷം റഹാനയുടെ നല്ലൊരു പ്രകടനമാണെന്ന് ഇരിക്കട്ടെ. ഈ വർഷത്തെ ആദ്യത്തെ കളിയിലും പുള്ളി 50 അടിക്കേണ്ടായി. പക്ഷേ റഹാനയുടെ കളി കണ്ടു നോക്കുമ്പോൾ മനസ്സിലാവും, റഹാന പവർ പ്ലേ കഴിയുമ്പോൾ റഹാനയുടെ സ്ട്രൈക്ക് റേറ്റ് താഴ്ന്നു വരുന്നതാണ്. പവർ പ്ലേ കഴിഞ്ഞതിന് ശേഷം റഹാന കളിക്കാനായിട്ട് അദ്ദേഹത്തിന് ബൗണ്ടറീസ് അടിക്കാനായിട്ട് സാധിക്കില്ല. അദ്ദേഹം പവർ പ്ലേ അഡ്വാൻറ്റേജ് യൂസ് ചെയ്ത് കളിക്കുന്ന ആളാണ്. അപ്പോൾ തുടക്കത്തിൽ തന്നെ കുറച്ച് പന്തുകൾ എടുക്കും ഓൾറെഡി സെറ്റിലാവാൻ. പിന്നീട് ആ പവർ പ്ലേ അഡ്വാൻറ്റേജ് യൂസ് ആക്കുന്നതാണ്. എനിക്ക് തോന്നുന്നു അതുകൊണ്ടായിരിക്കണം അദ്ദേഹം ഓപ്പണിംഗ് ഇറങ്ങാൻ തീരുമാനിച്ചത് തന്നെ. അപ്പോൾ എന്തായാലും അവിടെ നരയനാണെങ്കിൽ എന്തായാലും റഹാനേക്കാളും ബെറ്റർ സ്ട്രൈക്ക് റേറ്റിൽ നരയൻ കളിക്കും എന്നുള്ളത് നമുക്ക് ഉറപ്പാണ്. ആ നരയനെ പിടിച്ച് ലോവർ ഓർഡറിൽ ഇറക്കി. ലോവർ ഓർഡറിൽ നരയനെ ചെയ്യാനായിട്ട് സാധിക്കില്ല. ഇന്നലെ തന്നെ അദ്ദേഹം ക്യാച്ച് ഔട്ട്, ബൗണ്ടറിയിൽ ക്യാച്ച് ഔട്ട് ഉണ്ടായത്. അതിപ്പോൾ പവർ പ്ലേനാണ് ഇറക്കി വിട്ടില്ലെങ്കിൽ നരയൻ തീർച്ചയായിട്ടും അവിടെ അത്യാവശ്യം റൺസ് അടിക്കുകയും ചെയ്യും. ഇനിയിപ്പോൾ രമൺദീപ് കഴിഞ്ഞ എനിക്കൊന്ന് KKR കപ്പടിച്ച സീസണിൽ നല്ല ഫോമിലായിരുന്നു. അതിനുശേഷം ഇപ്പോൾ ഒരു സീസൺ കഴിഞ്ഞു, അടുത്ത സീസൺ തുടങ്ങി, ഇപ്പോഴും അദ്ദേഹം ഫോമിലോട്ട് എത്തിയിട്ടില്ല. അപ്പം ഭയങ്കര പ്രശ്നങ്ങളാണ്. ഓൾറെഡി വീക്കായ ഒരു ബോളിംഗ് യൂണിറ്റാണ്. നല്ല ഫോറിൻ പ്ലേയേഴ്സ് ഉണ്ടെങ്കിലും അവർ മറ്റേ റൂള് കാരണം പുറത്തിരിക്കേണ്ട അവസ്ഥ. ഒട്ടും ബാലൻസിങ് അല്ല. റഹാനയുടെ ക്യാപ്റ്റൻസി വളരെ മോശമാണ്. ഇതിൽ തന്നെ നമ്മൾ ടീമിനെ ഫസ്റ്റ് പറഞ്ഞു വരുൺ ചക്രവർത്തിയാണ് ടീമിൽ ഏറ്റവും ട്രസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ബോളർ എന്നുള്ളത്. ആ വരുൺ ചക്രവർത്തിനെ പവർ പ്ലേയിൽ കൊണ്ടുവന്നിട്ട് ഫസ്റ്റ് മത്സരത്തിൽ രോഹിത് ശർമ്മ അടിച്ച് നാശാക്കി. രണ്ടാമത്തെ മത്സരത്തിൽ 4 ഓവർ കംപ്ലീറ്റ് ചെയ്യാൻ പോലും സാധിച്ചില്ല. പവർ പ്ലേയിൽ റീച്ചു, അടി കിട്ടി, കോൺഫിഡൻസ് പോയി. കാരണം വരുൺ ചക്രവർത്തിനെ അങ്ങനെ ബാറ്റ്സ്മാൻ അടിക്കാത്തതാണ്. അപ്പോൾ അടി കിട്ടുമ്പോൾ തീർച്ചയായിട്ടും പുള്ളിയുടെ കോൺഫിഡൻസ് പോയി കിട്ടും. പവർ പ്ലേക്ക് ശേഷം എറിയിക്കുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ. പിന്നെ മുസർബാനി അതിൽ അത്യാവശ്യം നന്നായിട്ട് എറിയുന്നുണ്ടെങ്കിൽ പോലും മുസർബാനി, അങ്കുൾ റോയ് അങ്ങനെ ഇവരുടെ ബൗളേഴ്സിനൊക്കെ നല്ല രീതിക്ക് അടി കിട്ടുകയാണ്. അപ്പോൾ ഇങ്ങനെ അടി കിട്ടുന്ന ബൗളേഴ്സ് ഉള്ളപ്പോൾ അതിനനുസരിച്ച് കളിക്കുന്ന ബാറ്റ്സ്മാൻമാർ വേണം. KKRന്റെ മിഡ് നോക്കിക്കഴിഞ്ഞാൽ ഈ ബാറ്റിംഗ് ഇത് നോക്കിക്കഴിഞ്ഞപ്പോൾ റസലിനെ പോലെ ഒരു ഹിറ്ററുടെ അഭാവമൊക്കെ നല്ല രീതിക്ക് എടുത്ത് കാണേണ്ട ടീമിൽ. അപ്പോൾ ഇങ്ങനൊരു ടീം വെച്ചിട്ട് ഒരിക്കലും മുന്നോട്ട് പോകില്ല KKR. ഇന്നലെ SRH അവരുടെ രണ്ടാമത്തെ ഇന്നലെ ഉന്നത്കടൊക്കെ അതിഗംഭീരമായിട്ട് പന്തെറിഞ്ഞിട്ട് എടുത്ത് പറയണം. ഞാൻ വിചാരിക്കുകയാണ് ഇപ്പോൾ ഈ പ്ലെയർ എങ്ങനെ 11-ൽ ഇടന്നിടുന്നു എന്നുള്ളത്. അദ്ദേഹം നല്ല അതിമനോഹരമായി പന്തെറിഞ്ഞു. സ്ലോവേഴ്സ് നല്ല രീതിയിൽ അദ്ദേഹം വർക്ക് ചെയ്തിട്ടുണ്ടെന്ന് തോന്നുന്നു. സ്ലോവേഴ്സൊക്കെ ഭയങ്കര എഫക്റ്റീവ് ആയിരുന്നു ഇന്നലത്തെ കളിയിൽ. റഹാനയുടെ വിക്കറ്റ് എടുത്ത ബോളൊക്കെ അതിഗംഭീരം എന്ന് പറയാനുള്ളൂ. തീർച്ചയായിട്ടും SRHന്റെ ഫീൽഡിംഗ് മികവ് എടുത്ത് പറയണം. റിങ്കു സിംഗ് കുറച്ചുകൂടി ഈ റണ്ണിങ് ബിറ്റ്വീൻ ദി വിക്കറ്റ്സിൽ കുറച്ചുകൂടി വർക്ക് ചെയ്യേണ്ടതുണ്ടെന്ന് തോന്നുന്നു. കാരണം മറ്റേ ഇന്ത്യക്ക് വേണ്ടി കളിക്കുമ്പോഴായാലും IPL ആയാലും അദ്ദേഹം കാരണം ഒരുപാട് പ്ലേയേഴ്സ് റണ്ണൗട്ടായി പോകുന്നുണ്ട്. ഇന്നലെ നമ്മൾ അങ്ങനത്തെ ഒരു കാഴ്ച കണ്ടു. ഇപ്പം രഘുവംശിയൊക്കെ റണ്ണൗട്ടായി പോകുന്ന ആ ഒരു ഇത് കണ്ടു.